ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ കുടജാദ്രിയിലെ സർവജ്ഞപീഠ ദർശനം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ കുടജാദ്രി കൊടുമുടികൾ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രകൃതി സ്നേഹികൾക്കും ട്രെക്കിംഗ് നടത്തുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും സാഹസിക ഡ്രൈവർമാർക്കും കുടജാദ്രിയിലേക്കുള്ള ഒരു യാത്ര മറക്കാനാവാത്ത അനുഭവമായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 1343 മീറ്റർ ഉയരത്തിലും ക്ഷേത്ര നഗരമായ കൊല്ലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുമാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട വൈവിധ്യമാർന്ന വന്യജീവികളുടെയും ഉഷ്ണമേഖലാ സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. താഴ്വരയെ പ്രകൃതി പൈതൃക കേന്ദ്രമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കാൽനടയായിട്ട് വേണം സർവജ്ഞപീഠത്തിലേക്ക് നമുക്ക് പോകാൻ. അപ്പോൾ നടത്തത്തിനിടയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് മൂകാസുരനെ വധിച്ച സ്ഥലം. ഇവിടം വരെ വണ്ടികൾ വരും. പിന്നീട് നമ്മൾ അങ്ങോട്ട് കാൽനടയായിട്ട് പോകണം. അപ്പം കയറ്റം കയറാൻ തുടങ്ങാം. മൂകാംബിക അമ്മയെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കുന്നുകൾ കയറാൻ തുടങ്ങിയാൽ നമുക്ക് ഒട്ടും തന്നെ ക്ഷീണം കാണുകയില്ല. ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് കയറാൻ സാധിക്കും. അപ്പോൾ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ. സംസ്കൃതത്തിലും മലയാളത്തിലും കന്നഡയിലുമൊക്കെ കുടജാദ്രിക്ക് കുടജാദ്രി എന്ന് തന്നെയാണ് പറയുന്നത്. കുടജാദ്രി എന്ന പേര് കുതജ, അദ്രി എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. കുതജ എന്ന് പറഞ്ഞാൽ ഒരുതരം പർവ്വത മുല്ലപ്പൂവാണ്. അദ്രി എന്ന് പറഞ്ഞാൽ കുന്ന്. കുടജ നല്ല ഒരു ആയുർവേദ ഔഷധമാണ്. ഇതാണ് അമ്മയുടെ മൂലസ്ഥാനം. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുന്നത് സർവജ്ഞപീഠമാണ്. ഏകദേശം 2-3 കിലോമീറ്റർ ദൂരമുണ്ട് സർവജ്ഞപീഠത്തിലേക്ക്. തെളിഞ്ഞ ദിവസത്തിൽ താഴ്വരയുടെ കിഴക്ക് ഭാഗത്ത് ശരാവതി നദിയുടെ പിൻജലങ്ങൾ വളരെ ദൂരെയായി കാണാം. മലയുടെ മറുവശത്ത് കൊല്ലൂർ പട്ടണവും അറബിക്കടലും ചില സമയങ്ങളിൽ ദൃശ്യമായേക്കാം. ഗണപതിയെ ആരാധിക്കുന്ന ഒരു ചെറിയ ഗുഹ ഇതിനടുത്തുണ്ട്. കുന്നിൻ മുനമ്പിലേക്ക് ട്രെക്കിംഗ് നടത്തുമ്പോൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കാട്ടുപാതകളിലൂടെയുള്ള യാത്ര മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒന്നാണ്. ഐതിഹ്യമനുസരിച്ച് പ്രശസ്ത ഹിന്ദു സന്യാസിയും തത്വചിന്തകനുമായ ആദി ശങ്കരാചാര്യർ ഇവിടെ പാർവതി ദേവിയെ തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ്. ഈ കാട്ടുപാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തോന്നുന്നത് AC-യിലിരിക്കുന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ പാർവതി ദേവി പ്രത്യക്ഷപ്പെടുകയും ആദി ശങ്കരാചാര്യരോടൊത്ത് കേരളത്തിലേക്ക് പോവുകയും ചെയ്തു. വഴിമധ്യേ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയതിനാൽ ദേവി അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. വഴിമധ്യേ ശങ്കരാചാര്യർ സംശയത്തോടെ തിരിഞ്ഞു നോക്കില്ല എന്ന വ്യവസ്ഥയോടെയാണ് ദേവി അദ്ദേഹത്തോടൊപ്പം പോകാൻ ഒരുങ്ങിയത്. വഴിമധ്യേ അദ്ദേഹം തിരിഞ്ഞു നോക്കിയതിനാൽ ദേവിക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇതേക്കുറിച്ചുള്ള കഥ ഇതിനു മുന്നേയുള്ള ഒരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. ഞങ്ങൾ ഏകദേശം 9 മണിയോടെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. കൊല്ലൂർ മൂകാംബിക ദേവീ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ സർവജ്ഞപീഠ ദർശനവും കൂടെ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ നമ്മളുടെ ആ പ്രാർത്ഥന പൂർണ്ണമാവുകയുള്ളൂ. കുണ്ടുകളും കുഴികളും വളവുകളും തിരിവുകളും നിറഞ്ഞ കാട്ടു റോഡിലൂടെ നല്ല പരിശീലനം കിട്ടിയ ഡ്രൈവർമാർക്ക് മാത്രമേ ഈ ജീപ്പ് ഓടിച്ചുകൊണ്ട് വരുവാൻ പറ്റുള്ളൂ. 8 ആളുകളെ മാത്രമേ എടുക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അവരുടെ ബാലൻസ് ശരിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും ദുർഘടമേറിയ പാതയിലൂടെയാണ് ജീപ്പ് സഞ്ചരിച്ച് വരുന്നത്. ഇത് ഓരോ കയറ്റം കയറുമ്പോഴും നമുക്ക് തോന്നും എത്തിയെന്ന്. പിന്നെയും അടുത്ത കയറ്റം. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ സർവജ്ഞപീഠം എത്തുന്നത്. ഇതൊരു നല്ല അനുഭവം തന്നെയാണ്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിയാണ് നടക്കുന്നത്. മെല്ലെ മെല്ലെ നടന്ന് നിന്ന് എന്നിട്ട് വേണം നമ്മളിത് കയറിപ്പോകാനായിട്ട്. പ്രായമായ ചില ആളുകൾ വടിയും കുത്തിയാണ് മെല്ലെ മെല്ലെ കയറി വരുന്നത്. എന്നിരുന്നാലും അവർ സർവജ്ഞപീഠം കയറിയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ കാണുന്ന ഓരോ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ജീവൻ്റെ വിലയുള്ള ഔഷധങ്ങളാണ്. കുന്നുകൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നയന മനോഹരമായ കാഴ്ചയാണ്. കുടജാദ്രി കുന്നുകൾ കയറി വരുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഇരുമ്പയിര് കാണാൻ സാധിക്കും.
ഇവിടുത്തെ കല്ലുകൾക്ക് കാന്തിക ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ടീം വളരെ എൻജോയ് ചെയ്താണ് കുടജാദ്രി മല കയറിയത്. ഒപ്പം അമ്മയെ ധ്യാനിച്ചുകൊണ്ടു. ഇവിടെ 60-ലധികം ഔഷധ സസ്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കുടജാദ്രി കയറി വരുന്ന ആർക്കും തന്നെ ഒരിക്കലും കൈവേദനയോ കാലുവേദനയോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം ഇവിടെ വളരുന്ന ഔഷധ സസ്യങ്ങൾ തന്നെയാണ്. കുടജാദ്രി മലകൾ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പരിശുദ്ധമായ വായുവാണ്. അതിലടങ്ങിയിരിക്കുന്നതാകട്ടെ ഔഷധ സസ്യങ്ങളുടെ ഗുണവും മണവും ആണ്. ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് ചേരുന്നു, അഥവാ വായുവിലൂടെ നമ്മൾ ഇത് ശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് നമ്മൾക്ക് ആയുർവേദ മരുന്നായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ജീവനാണ്, എത്ര ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത്. കുടജാദ്രി കുന്നുകൾ കയറിയിട്ട് ഇന്നുവരെ ആർക്കും ഒരസുഖം ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടേയില്ല. അതിനൊരു ഉദാഹരണം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 75 വയസ്സ് പ്രായമുണ്ട്. അമ്മ പറഞ്ഞു, കുടജാദ്രിയിൽ കയറി പോകുമ്പോൾ എന്തായാലും ഒരു മൂവും കൂടെ കൊണ്ടുപോകാം, കൈക്ക് വേദനയും കാലിന് വേദനയും ഒക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ മൂവ് എടുത്തുകൊണ്ടാണ് കുടജാദ്രി കയറാൻ പോയത്. പക്ഷേ അമ്മയ്ക്ക് ആ മൂവ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടേയില്ല. അതാണ് അതിൻ്റെ രഹസ്യം. ഇതുപോലെ തന്നെയായിരിക്കും എല്ലാവർക്കും. കയറാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് എത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം കുന്നുകൾ കയറി പോകാനായിട്ട്. വെള്ളമൊക്കെ ഒഴുകി വന്ന് കല്ലൊക്കെ ഇളകിയും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. നടക്കാനുള്ള വഴിപ്പാത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഓരോ കുട്ടികളൊക്കെ അവിടെ ഇവിടെ കുന്നിൻ്റെ മലകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും താഴത്തേക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രകൃതി രമണീയത നിറഞ്ഞ ഈ സ്ഥലത്ത് നമ്മൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത്രയും കയറി വരുമ്പോഴും ഇത്ര ആളുകൾ വരുന്ന സ്ഥലമാണ്, എന്നിട്ട് പോലും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെയധികം പ്രത്യേകത നിറഞ്ഞത്. കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ താഴേന്ന് തന്നെ അവരവിടുന്ന് ചെക്കിങ് ചെയ്തിട്ടാണ് വിടുന്നത്. അഥവാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളതിന് വളരെ വില കൂടിയ ഫൈന് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാറേ ഇല്ല. സർവജ്ഞപീഠം കയറണമെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒടുവിലാണ് നമുക്ക് സർവജ്ഞപീഠം കയറാൻ കഴിയുക, അഥവാ സർവജ്ഞപീഠത്തിൽ എത്തിച്ചേരാൻ കഴിയുക. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇവിടെ. ഓരോ കല്ലിലൂടെയും കാലുകൾ എടുത്തു വെച്ച് മുന്നോട്ട് കയറുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം എത്തും. അങ്ങനെ നമ്മളെ ഓരോന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. എന്നാലും എത്തുമെന്നില്ല. കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറേ ദൂരമായിട്ട് തോന്നും. നല്ല കയറ്റമുണ്ട്. ചില ആളുകളൊക്കെ ചെരുപ്പിടാതെ നഗ്നപാതരായിട്ടാണ് പോകുന്നത്. അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ സർവജ്ഞപീഠത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അധിക ആളുകളും അല്പനേരം ധ്യാനിച്ച് ഇരുന്നതിന് ശേഷം പ്രാർത്ഥനകൾക്കും കീർത്തനങ്ങൾക്കും ശേഷം തിരിച്ചിറങ്ങുകയാണ് പതിവ്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരാനന്ദം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതൊരിക്കലും നമ്മൾ അനുഭവിക്കണം. അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഈ ഫാമിലിയെ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അവർ ഓരോ വർഷവും 2 പ്രാവശ്യമെങ്കിലും മൂകാംബികയിലെത്തുകയും അതോടനുബന്ധിച്ച് കുടജാദ്രിയിൽ വരികയും ചെയ്യാറുണ്ട്. ആത്മീയതയിൽ ലയിച്ച് സർവജ്ഞപീഠത്തിൽ നിന്ന് നോക്കിയാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കാണാം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹാരിത അത് ഒന്ന് വേറെ തന്നെയാണ്. ആദിശങ്കരാചാര്യരുടെ ശിലയ്ക്ക് മുന്നിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് കാണാം. ഇത് സർവജ്ഞപീഠത്തിലെ പൂജാരിയാണ്. സർവജ്ഞപീഠത്തിന് മുകളിൽ പിന്നെ വേറെ സ്ഥലമില്ല. സർവജ്ഞപീഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ അധികം ആളുകളും അമ്മയുടെ കീർത്തനങ്ങളും ശ്ലോകങ്ങളും പാടി സ്തുതിച്ച് വന്ദിച്ച് നമസ്കരിക്കുന്നു. മാണിക്യവീണ ഉപലാളയന്തി മദാലസ മഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്രനീല
ദ്യുതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി. വേനൽക്കാലത്താണ് ഞങ്ങൾ സർവജ്ഞപീഠ ദർശനം നടത്തിയത്. അതുകൊണ്ടാണ് പുല്ലൊന്നുമില്ലാതെ ഇങ്ങനെ ഉണങ്ങി വരേണ്ട മലപ്രദേശം നമ്മൾ കാണുന്നത്. കുന്നുകളും താഴ്വരകളൊക്കെ അല്ലെങ്കിൽ നല്ല പച്ച നിറത്തിൽ കാണുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ജീപ്പ് ഡ്രൈവർമാർ നമുക്ക് ഇത്ര സമയം അനുവദിച്ചിരിക്കും. ആ സമയത്തിനുള്ളിൽ നമ്മൾ സർവജ്ഞപീഠ ദർശനം നടത്തി തിരിച്ച് എത്തേണ്ടതാണ്. അവർക്കറിയാം ആ സമയമൊക്കെ ഏകദേശം, അതിനനുസരിച്ചാണ് അവർ നമുക്ക് സമയം തരുന്നത്. സർവജ്ഞപീഠ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളും ചെയ്തു. ഇനി എപ്പോഴാണോ അമ്മ വിളിക്കുന്ന അന്നേരമല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിട്ടില്ല. ഇതൊക്കെ ഔഷധ സസ്യങ്ങളാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ ഗർത്തമാണ്. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, അത്രയും താഴ്ചയാണ്. അതായത് അത്രയും ഉയരത്തിലാണ് കുടജാദ്രി മല. കുറേ ദൂരം നടന്നു വന്ന് അല്പം ഞങ്ങൾ ഇരുന്നു. അങ്ങനെയൊക്കെയാണ് മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. വീണ്ടും ഞങ്ങൾ ജീപ്പിലേക്ക് തിരിച്ചു കയറി. ജീപ്പ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാകും. കാരണം അവർ ഡ്രൈവർമാരെ സമ്മതിക്കണം. അവർക്ക് മാത്രമേ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. കുടജാദ്രിയിലല്ലാതെ വേറെ എവിടെയെങ്കിലുമാണ് നമ്മളിങ്ങനെ ട്രെക്കിങ്ങിന് പോയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ശരീരവേദന ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ജീപ്പ് ഒക്കെ നിർത്തിയിടുന്ന സ്ഥലത്താണ് മൂകാസുരനെ ദേവി വധിച്ച ആ തൃശൂലം വെച്ചിരിക്കുന്നത്. അത് ഇന്നും ആ രീതിയിൽ തന്നെ അവിടെയുണ്ട്. അതായത് ശൂലം തലകുത്തനെയാണ് വെച്ചിരിക്കുന്നത്. അത് അത്രയും ഭൂമിയിലേക്ക് പതിഞ്ഞിട്ടുണ്ട്. കുടജാദ്രി തീർത്ഥജലവും സേവിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും ശാന്തിയും എല്ലാം നേടി. അമ്മയുടെ അനുഗ്രഹത്തോടെ. നിങ്ങൾക്ക് സർവജ്ഞപീഠ ദർശന വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് മാതേ ജഗദീശ്വരി മാതേ ശാരദ ഭവാനി.